ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. യാത്രക്കാരോട് റെയിൽവേ കാട്ടുന്ന അവഗണന പുതിയ കാര്യമൊന്നുമല്ല. സ്ലീപ്പർ ക്ലാസ്സിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് യാത്രാ ദുരിതത്തിന്റെ ഏറ്റവും പുതിയ കഥ. പരിഷ്കാരങ്ങൾ ജനോപകാരപ്രദമായില്ലെങ്കിൽ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ടവരെ വിഷയത്തിലേക്ക് ഇടപെടുത്തി ചർച്ചകളിലൂടെ സമവായം കണ്ടെത്തുന്നിടത്താണ് അവസാനിക്കാറ്. സാധാരണക്കാരന് ലാഭകരമായി യാത്ര ചെയ്യാവുന്ന സംവിധാനം എന്ന നിലയിൽ ഭൂരിഭാഗം യാത്രക്കാരും ആശ്രയിക്കുന്ന തീവണ്ടികൾ പരിഷ്കാരത്തിന്റെ പുതിയ പാളങ്ങളിലൂടെ സാധാരണക്കാരനിൽ നിന്നും ഓടി അകലുകയാണ്. ബസ് യാത്രാക്കൂലിയിൽ അടിക്കടിയുണ്ടാകുന്ന വർധനവും റോഡ് മാർഗം യാത്ര ചെയ്യുന്നതിലെ ദുർഘടങ്ങളും അപകടങ്ങളുടെ ആധിക്യവും കാരണം ഹ്രസ്വദൂര യാത്രകൾക്ക് പോലും തീവണ്ടികളെ ആശ്രയിക്കുന്ന തരത്തിൽ ഒരു യാത്രാശീലത്തിലേക്ക് മലയാളി മാറിയിട്ട് പതിറ്റാണ്ടുകളായി. കേന്ദ്രം ആരു ഭരിച്ചാലും ദക്ഷിണേന്ത്യയോടും കേരളത്തോടും റെയിൽവേ കാട്ടുന്ന അവഗണനയുടെ ഏറ്റവും പുതിയ രൂപം എന്ന നിലയിലാണ് സ്ലീപ്പർ കോച്ചുകളിലെ യാത്രാ നിയന്ത്രണം എത്തിയത്. സ്ലീപ്പർ കോച്ചുകളിലെ പകൽ യാത്രയ്ക്ക് 200 കിലോമീറ്റർ കുറഞ്ഞ ദൂരപരിധിയായി നിശ്ചയിച്ചു. കൂടാതെ റിസർവേഷൻ ചാർജും ഈടാക്കി തുടങ്ങി. അതായത് സ്ലീപ്പർ കോച്ചുകളിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 200 കിലോമീറ്റർ ദൂരത്തിന്റെ നിരക്കായ 120 രൂപയും റിസർവേഷൻ നിരക്കായ 20 രൂപയും അടക്കം 140 രൂപയാക്കി. പകൽ സമയത്ത് സ്ലീപ്പർ കോച്ചുകളിൽ ടിക്കറ്റ് എടുക്കുന്നതിന് വരുത്തിയ ഈ നിയന്ത്രണം ഹ്രസ്വദൂര യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ യാത്ര ചെയ്യാവുന്ന യാത്രാ മാർഗമാണ് റെയിൽവേ. ആയിരക്കണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത്. റെയിൽവേ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ ചില കോച്ചുകളിൽ മാത്രം റിസർവ്ഡായി പ്രഖ്യാപിച്ചുകൊണ്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. റെയിൽവേ കഴിഞ്ഞ കുറേ കാലങ്ങളായി യാത്രക്കാരോട് കാണിക്കുന്ന അവഗണന. ആയിരക്കണക്കിന് യാത്രക്കാർ 2-3 റിസർവ്ഡ് കോച്ചുകൾ യാത്ര ചെയ്യാൻ കഴിയുമോ? സംഗതി വിവാദമാവുകയും കെ.സി. വേണുഗോപാൽ MP ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ദീർഘദൂര വണ്ടികളിലെ ഏതാനും റിസർവ്ഡ് കോച്ചുകൾ പകൽ സമയത്ത് അൺറിസർവ്ഡായി കണക്കാക്കാൻ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു റെയിൽവേക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം. അതായത് ദീർഘദൂര വണ്ടികളില് കുറച്ച് കോച്ചുകൾ ഒരു അൺറിസർവ്ഡ് കോച്ചായിട്ട് പറയും. ആലപ്പുഴ ബുക്കാറ വരെ പോകുന്ന വണ്ടിയുണ്ട്. അത് ആലപ്പുഴ കണ്ണൂർ വരെ മിക്കവാറും ചില ബോട്ടിന് ഫ്രീ ആയിട്ടായിരിക്കും. റിസർവേഷൻ ആരും ഉണ്ടാവില്ല, അവിടെ നിന്നായിരിക്കും റിസർവേഷൻ. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു വണ്ടികളിൽ 1-2 വണ്ടികൾ കൂടി അൺറിസർവ്ഡ് കോച്ചായിട്ട് പറയും. റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകൾ. അതിൽ മറ്റു യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. സാധാരണ ടിക്കറ്റിൽ റിസർവ്ഡ് ക്ലാസുകളിൽ നിന്ന് ബുക്കുകൾ അൺറിസർവ്ഡ് ആയിട്ട് അവർ പ്രഖ്യാപിക്കും. അത് റെയിൽവേ സ്റ്റേഷനിൽ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ റെയിൽവേ മന്ത്രി ശ്രീ സുരേഷ് പ്രഭു പറഞ്ഞിരിക്കുന്നത് ഒരു മുട്ടുശാന്തി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് സ്ഥായിയായ പരിഹാരം മാത്രമല്ല, കൂടുതൽ കുഴപ്പങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. യാത്രക്കാർ ഇതുമായിട്ട് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ യാത്രക്കാർ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക, ഏത് വണ്ടിയിൽ എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഈ പൊതുവിൽ ഒരു മാറ്റമാണ് നമ്മൾ കേന്ദ്രമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനെന്താ പരിഹാരം എന്നുള്ളത് നോക്കണം. അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഇവിടെ സൗകര്യങ്ങളില്ല എന്നതാണ്. ഇവിടെ അത്തരം കോച്ചുകളുടെ ലഭ്യതയില്ല, ട്രെയിനുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, യാത്രക്കാർ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും പരിഹാരമില്ല. അടിസ്ഥാനപരമായിട്ട് ഇതിനൊന്നും പരിഹാരമില്ല. അതുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൺറിസർവ്ഡായി പ്രഖ്യാപിക്കുന്ന കോച്ചുകളിൽ റിസർവേഷൻ ചാർജോ മിനിമം ചാർജോ ഈടാക്കില്ല. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ ടിക്കറ്റിന്റെ നിരക്കിൽ യാത്ര ചെയ്യാം. എന്നാൽ ഈ നീക്കം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നത്. ദീർഘദൂര വണ്ടികളിലെ ചില കോച്ചുകളിൽ റിസർവേഷൻ യാത്രക്കാർ കയറുക വൈകുന്നേരമോ രാത്രിയിലോ ആണ്. അതിനാൽ അത്തരം കോച്ചുകൾ അൺറിസർവ്ഡായി കണക്കാക്കണം എന്നാണ് റെയിൽവേ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികളിൽ ഇത് കുറെയൊക്കെ പ്രാവർത്തികമാക്കാമെങ്കിലും കേരളത്തിലേക്ക് വരുന്ന വണ്ടികളിൽ ഇത് സാധ്യമാകില്ല. അതായത് വടക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇതുകൊണ്ട് കാര്യമായ ഗുണം ലഭിക്കില്ലെന്ന് സാരം. സദേൺ റെയിൽവേയിൽ മാത്രമേ ഈ സൗകര്യമുള്ളൂ. ബാക്കി എല്ലാ റെയിൽവേകളിലും മറ്റേ ഓർഡർ ഇപ്പൊ വന്ന ഓർഡർ നിലനിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് സദേൺ റെയിൽ ഓർഡറിലായിരുന്നു. അത് കോടതി ഇടപെട്ടിട്ട് ഇവിടെ മാത്രം എന്താ ഇങ്ങനെ നിയമം നിയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതിന് ലൈറ്റ് ആക്കാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം 2 കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നീ പരാതി ഒഴിവാക്കാൻ മതി. കൂടുതൽ ലോക്കൽ ട്രെയിൻ സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകളിൽ കൂടുതൽ അൺറിസർവ്ഡ് കാറുകൾ ഘടിപ്പിക്കുക.
രണ്ട്, നിലവിലുള്ള റിസർവ്ഡ് കോച്ചുകൾ തന്നെ ചില ദീർഘദൂര വണ്ടികളിൽ അപ്പോൾ ആളില്ലാത്ത കോച്ചുകൾ അൺറിസർവ്ഡ് അതുവരെ പകൽ സമയത്ത് പ്രഖ്യാപിക്കുക. അപ്പൊ അങ്ങനെ ഒരു ചില വണ്ടികൾ അവർ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ഇന്നലെ അവർ പറഞ്ഞത്. കേരളത്തിനോട് റെയിൽവേ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് നമുക്ക് പറയാനുള്ളത്. കൊല്ലം, തിരുവനന്തപുരം ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് യാത്രക്കാർക്കുമൊക്കെ ഈ അൺറിസർവേഡ് കോച്ചിൻ്റെ കുറവ് നിമിത്തം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ദിവസവും അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്, ഈ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന അവഗണന ആദ്യമായിട്ട് കളയും. പകൽ സമയങ്ങളിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നത് ഹ്രസ്വദൂര യാത്രക്കാർക്ക് ഏറെ സഹായകമായിരുന്നു. ഇതിന് നിയന്ത്രണം വന്നതോടെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലും ഡി റിസർവ്ഡ് കോച്ചുകളിലും തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ്. റിസർവ് ചെയ്ത യാത്രക്കാരുടെ സുരക്ഷിത യാത്രയ്ക്കായാണ് ഈ പരിഷ്കാരം എന്നായിരുന്നു റെയിൽവേയുടെ ന്യായം. എന്നാൽ മന്ത്രി സുരേഷ് പ്രഭുവിന്റെ പുതിയ നിർദ്ദേശം റിസർവ്ഡ് യാത്രക്കാരുടെ പരാതി ഇരട്ടിയാക്കും. ചുരുക്കത്തിൽ റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശം വലതുകാലിലെ മന്ത് ഇടതുകാലിൽ ആക്കുന്ന തരത്തിലുള്ളതായിപ്പോയി. കൂടുതൽ ട്രെയിനുകളിൽ ഡി റിസർവ്ഡ് കോച്ചുകൾ വേണമെന്നും ഡി റിസർവ്ഡ് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുയരുമ്പോൾ കോച്ചുകളുടെ എണ്ണം കൂട്ടാതെയുള്ള ഇത്തരം കൺകെട്ട് വിദ്യകൾ യാത്രാ ദുരിതം കൂട്ടാനേ ഇടയാക്കൂ. കേരളത്തിൽ സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു പകൽ സമയത്ത് വലിയ തോതിൽ നമ്മുടെ യാത്രക്കാർ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉത്തരവ് തികച്ചും പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ന്യായീകരണങ്ങളുണ്ടാകാം, അതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ ബദൽ സംവിധാനം ആരാ ഉണ്ടാക്കുക? സ്ലീപ്പർ ക്ലാസുകളിൽ പകൽ സമയത്ത് സാധാരണ യാത്രക്കാർ കയറുന്നത് റെയിൽവേക്ക് വൻ വരുമാന നഷ്ടവും റിസർവ്ഡ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുവെന്ന് ചെന്നൈ, പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകൾ ദക്ഷിണ റെയിൽവേക്ക് സൂചന നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയന്ത്രണം വന്നത്. എന്നാൽ ഈ പകൽ യാത്രാ നിയന്ത്രണം റെയിൽവേയുടെ പകൽ കൊള്ളയാണെന്നാണ് ആക്ഷേപം ഉയർന്നത്. ത്രൂ ഔട്ട് ഇന്ത്യൻ റെയിൽവേസിൽ രണ്ട് തരത്തിലുള്ള ടിക്കറ്റ് ടേക്കിംഗ് ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി റിസർവ് ചെയ്ത് നമ്മൾ പോകണം, അല്ലെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ട് പോകണം. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മാതിരി അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാർ കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. ഇപ്പം ട്രിവാൻഡ്രത്തിലേക്ക്, എറണാകുളത്തേക്ക്, കോട്ടയം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യണം. അതിനുള്ള സൗകര്യം നമുക്കില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അത് ജനറൽ ക്ലാസ് കോച്ചുകളുടെ കുറവുണ്ട്, ട്രെയിനുകളുടെ കുറവുണ്ട്. ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒരു സപ്ലൈ ഇല്ല ഈ കാര്യത്തിൽ. ഇപ്പോൾ ബോംബെ മാതിരി, കൽക്കട്ട മാതിരി, മദ്രാസ് മാതിരി ഏകദേശം അതേ രീതിയിലുള്ള മൊബിലിറ്റി ജനങ്ങൾക്കുണ്ടെങ്കിലും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. പലതും നമുക്കിപ്പോഴും സിംഗിൾ ലൈനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ചില സ്ലീപ്പർ ക്ലാസ് കോച്ചുകളെ നമ്മൾ ഡി റിസർവ്ഡ് ആക്കി വെക്കുന്നത്. അതായത് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ നമുക്ക് കയറാം, ആ സ്ലീപ്പറിൻ്റെ മിനിമം ചാർജ് നമ്മൾ അടക്കണ്ട. അപ്പോൾ റെയിൽവേക്കും കുറച്ച് വരുമാനമാവും, അല്ലെങ്കിൽ കാലിയായി പോകുന്നത് നമുക്ക് വരുമാനമായിട്ട് മാറും, ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണവും വരും. ഡി റിസർവ്ഡ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിൽ എല്ലാ സ്ഥലത്തുമുള്ള കാര്യമാണ്. അത് മദ്രാസ് ഡിവിഷനായാലും, സേലം ഡിവിഷനായാലും, പാലക്കാടായാലും, ട്രിവാൻഡ്രം ആയാലും എല്ലാ സ്ഥലത്തും ഉണ്ട്. ജനങ്ങളുടെ മൊബിലിറ്റിയും വളരെ കൂടിക്കഴിഞ്ഞു. ശബരിമല ഒരു വലിയ രീതിയിൽ ആൾക്കാർ ഇപ്പോൾ എല്ലാ മാസവും ആൾക്കാർ വരുന്നു. കേരളത്തിൽ ടൂറിസം വളരെയധികം പുരോഗമിച്ചു. ഇതൊക്കെ ഇതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. അതേസമയത്ത് നമ്മുടെ കമ്മ്യൂട്ടർ ട്രാഫിക്കും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് കമ്മ്യൂട്ടേഴ്സിനെ കയറണം, അവർ മിക്കവാറും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സീസൺ ടിക്കറ്റുകാരും മറ്റ് പാസഞ്ചേഴ്സും ഡെയിലി കമ്മ്യൂട്ടേഴ്സ് അവർ ഓർഗനൈസ്ഡ് ആണ്. അതേസമയത്ത് ദൂരയാത്രയ്ക്ക് വരുന്ന ഇപ്പോൾ ടൂറിസ്റ്റുകളായാലും ഇപ്പോൾ ശബരിമല സ്വാമിമാരായി കഴിഞ്ഞാലും അവരത്ര ഓർഗനൈസ്ഡ് അല്ല. നമ്മൾ 120 ദിവസം മുമ്പ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, വരുന്ന സമയത്ത് സ്ലീപ്പർ കോച്ച് കംപ്ലീറ്റായി ഫുള്ളായിരിക്കുകയാണ്. ആൾക്കാരോട് പറഞ്ഞാൽ അവർ മാറുന്നില്ല, കാരണം അവർ ഓർഗനൈസ്. ഈ ഒരു കോൺഫ്ലിക്റ്റാണ് പലതരത്തിലുള്ള കംപ്ലയിൻസ് കേരളത്തിൽ പ്രത്യേകിച്ചും, അത് റെയിൽവേ ബോർഡ് ലെവലിലായാലും മിനിസ്റ്ററുടെ ലെവലിലായാലും പല കംപ്ലയിൻസും പോയി. അത് സത്യവുമാണ്. 100 കിലോമീറ്ററിൽ താഴെയുള്ള യാത്രകൾക്കാണ് ഭൂരിഭാഗം യാത്രക്കാരും പകൽ സമയങ്ങളിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരുന്നത്. സ്ലീപ്പർ ക്ലാസ്സിൽ കയറുന്നവർ അവർ കയറി ചിലപ്പോൾ പലപ്പോഴും സ്ത്രീയും ചെറിയ കുട്ടികളായിരിക്കും. അവർ കയറ്റിയിട്ട് വിടുന്നു, അവിടുന്ന് അപ്പുറത്തുനിന്ന് സ്വീകരിക്കാൻ ആരെങ്കിലും അവിടെ പോകും. അങ്ങനെയാണല്ലോ ഇവിടുത്തെ സിസ്റ്റം ഉള്ളത്. സ്ലീപ്പർ അതിൽ ആൾക്കാർ കുത്തി നിറഞ്ഞ് കയറി കഴിഞ്ഞാൽ അത് ഇവരുടെ സ്ലീപ്പറിൻ്റെ ബേസിസിന് നഷ്ടപ്പെടുന്നതല്ലേ. അതിന് എക്സെപ്ഷനായിട്ട് കുറച്ച് പേർക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് കയറേണ്ടതായിട്ടുള്ള 15 പേരുണ്ടാവും. അവരുടെ സീറ്റ് ഒഴിവുണ്ടാവും. ആ സീറ്റിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സ്ലീപ്പറിലും കയറാൻ അധികാരം വേണമെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്?
മറ്റവരുടെ താല്പര്യങ്ങൾ നോക്കണ്ട. അവർ അൺഓർഗനൈസ്ഡാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ കുതിര കയറാന്നുള്ളതോ? സ്ലീപ്പർ പോകുന്നതിന് തന്നെ ചില ബേസിക് സെക്യൂരിറ്റിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണല്ലോ ചെയ്യണത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് സ്ലീപ്പർ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ 65 രൂപ മതിയായിരുന്നു. KSRTC ഫാസ്റ്റ് പാസഞ്ചറിന് 62 രൂപയും സൂപ്പർ ഫാസ്റ്റിന് 73 രൂപയുമാണ് നിരക്ക്. ട്രെയിനിൽ 1 മണിക്കൂർ സമയം കൊണ്ട് എത്തുന്ന ദൂരം റോഡിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് KSRTC ഓടിയെത്തുമ്പോൾ 2 മണിക്കൂറും അതിലേറെയും സമയമെടുക്കും. എന്നാൽ സ്ലീപ്പർ ടിക്കറ്റുകളിൽ വരുത്തിയ നിയന്ത്രണം യാത്രക്കാരെ തീവണ്ടിയിൽ നിന്ന് അകറ്റുന്നതായി. ഹ്രസ്വദൂര ട്രെയിൻ യാത്രക്കാരിൽ പലരും നിവൃത്തിയില്ലാതെ ബസ്സിനെ ആശ്രയിച്ചു തുടങ്ങി. ഒരുപാട് ആൾക്കാർ വിളിച്ച് വളരെ നല്ലതാണ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് വരുന്നവർ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ചില പാസഞ്ചർ അസോസിയേഷനും വിളിച്ച് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റെയിൽവേ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ പരിമിതികൾ അറിയാം. നമ്മളുടെ നീഡ് നമുക്ക് ഇപ്പോൾ എല്ലാ ഡബിൾ ലൈനായി നമുക്ക് സബർബൻ ട്രാഫിക് വേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് 2 കൂട്ടരും നമുക്ക് വേണ്ട ആൾക്കാരാണ്. 2 പേരെയും നമ്മൾ റെയിൽവേ സഹായിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ലോങ് ഡിസ്റ്റൻസ് ആൾക്കാരെ നമ്മൾ സഹായിക്കേണ്ടത്. അവർ ഫാമിലിയായി പോകുന്നു, അവർ ലോങ് ഡിസ്റ്റൻസ് നേരത്തെ റിസർവ് ചെയ്ത് പോകുന്നു, അവർ കയറുന്ന സമയത്ത് അവർക്ക് കയറാൻ പോലും പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം. അതുകൊണ്ട് പക്ഷേ അവർ ഓർഗനൈസ്ഡ് അല്ല. അവർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരം പാസഞ്ചേഴ്സ് അസോസിയേഷൻ, എടപ്പള്ളി പാസഞ്ചേഴ്സ് അസോസിയേഷൻ അല്ലാതെ ഒരു കേരള ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാർ, അല്ല ട്രിവാൻഡ്രം ന്യൂഡൽഹി പോകുന്ന ആൾക്കാർ, ബോംബെ പോകുന്ന ആൾക്കാർ, അങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ല. അപ്പോൾ ഡെയിലി പാസഞ്ചേഴ്സ് അല്ല. പക്ഷെ എന്നാലും അവർ വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞതുമാതിരി ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് പോകുന്നവർക്ക് ആ പ്രശ്നമുള്ള അവർ വെൽക്കം ചെയ്യാണ്. കാരണം അവർക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയി. അതായത് ഇവിടുന്ന് എറണാകുളം തൃശ്ശൂർ പോകുന്നവർ കുറച്ചും കൂടെ ഫ്രീ ആയി. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് കാലിക്കറ്റ് പോകുന്നവർ കുറച്ചും കൂടെ ഫ്രീ ആയി. ജനറൽ കമ്പാർട്ട്മെന്റിലെ രൂക്ഷമായ തിരക്ക് കാരണമാണ് പലരും സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നത്. ഇപ്പോൾ നിരക്ക് കുത്തനെ കൂട്ടിയതോടെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലെ തിരക്കും വർദ്ധിച്ചു. തിരുവനന്തപുരം ഡിവിഷനിൽ നിലവിൽ 9 ട്രെയിനുകളിൽ മാത്രമാണ് ഡി റിസർവ്ഡ് കോച്ചുകൾ ഉള്ളത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം, ഷൊർണൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ദീർഘദൂര വണ്ടികളിൽ ഡി റിസർവ്ഡ് കോച്ചുകൾ ഇല്ല. അതിനാൽ ഈ വണ്ടികളിലേക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് നൽകാറുമില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രക്കാർ കൂടിയ തുക നൽകി സ്ലീപ്പർ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ, ചെന്നൈ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഏതാനും വണ്ടികളിൽ മാത്രമാണ് ഡി റിസർവ്ഡ് കോച്ചുകൾ ഉള്ളത്. യാത്രക്കാരുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് റെയിൽവേ മന്ത്രി ഇടപെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാകണമെങ്കിൽ തന്നെ കാലതാമസമുണ്ടാകും എന്നാണ് അറിയുന്നത്. ഓർഡർ വരുന്നതിന് മുമ്പുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 10,000 ടിക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10,000 ടിക്കറ്റിൽ 5,000 നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്നും എറണാകുളത്തേക്കാണ്. ഈ പറഞ്ഞ ഓർഡർ കാരണം, റെയിൽവേയുടെ ഓർഡർ കാരണം അവർക്ക് യാതൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ബാക്കിയുള്ളതിൽ തൃശ്ശൂരും കാലിക്കറ്റിലും പോകുന്നവരാണ് ഏകദേശം ഒരു 2,000-2,500 കൂടി. അപ്പോൾ ഒരു 7,500 പേർക്ക് തന്നെ ഇതുകൊണ്ടൊരു അസൗകര്യവും വരുന്നില്ല സാമ്പത്തികമായി. അതുകൊണ്ട് ഉണ്ടാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നിലവിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ഒരു തീവണ്ടിയിൽ 22 കോച്ചുകൾ വരെ ഉപയോഗിക്കാൻ കഴിയും. പ്ലാറ്റ്ഫോമുകൾക്കും നീളമുണ്ട്. എന്നാൽ പല തീവണ്ടികൾക്കും 20-ൽ താഴെ കോച്ചുകളാണ് ഉള്ളത്. ജനറൽ കോച്ചുകൾ കുറവുമാണ്. പാത ഇരട്ടിപ്പിക്കലും കൂടുതൽ ഹ്രസ്വദൂര സബർബൻ മെമു സർവീസുകൾ തുടങ്ങുകയുമാണ് ശാശ്വത പരിഹാരം എന്ന അഭിപ്രായം റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും സാങ്കേതികത്വത്തിൽ തട്ടി നിൽക്കുകയാണ് ഈ നടപടിക്രമങ്ങൾ. യാത്രക്കാരുടെ സാന്ദ്രത കൂടുന്നതനുസരിച്ച് സേവനങ്ങൾ മെച്ചപ്പെടുത്താതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അധികാരികൾ. നമുക്ക് ഡബിളിങ് തന്നെ നമുക്ക് പല സ്ഥലത്തും ഡബിൾ ലൈൻ തന്നെ വന്നിട്ടില്ല. ഇന്ന് തന്നെ നമ്മൾ ഓടിക്കുന്ന ട്രെയിനുകൾ ശരിയായി ടൈം ടേബിൾ ഓടിയിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് പൂർണ്ണമായും അതിൻ്റെ സമയക്രമം പാലിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ആ ഒരു സിംഗിൾ ലൈൻ സെക്ഷനിൽ വരുന്നത്. ഇന്ന് നമ്മുടെ ലൈൻ കപ്പാസിറ്റി ഇപ്പോൾ നമുക്ക് വേണ്ടത് ഏർലി മോർണിംഗ് സമയത്ത് അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് ലൈൻ കപ്പാസിറ്റി കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. ആ ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. അതേസമയത്ത് കോച്ചുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം 20 കോച്ചുകളും നമ്മൾ കൂട്ടി നേരത്തെ ഉള്ളതിൽ നിന്നും. ഇപ്പോൾ പരശുറാമിനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റിങ്ങും കൂടി, ഒരു AC ചെയർ കാർ കൂടി, അത് കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടാണ് ഇപ്പോഴും പോകുന്നത്. ജനശതാബ്ദി രാവിലെ നമ്മൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്നത്, അതിൽ നമ്മളൊരു നോർമൽ സിറ്റിംഗ് കൂട്ടി ഒരു AC ചെയർ കാർ കൂടി.
അതൊക്കെ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. ട്രെയിനുകൾ റദ്ദാക്കിയും മണിക്കൂറുകൾ വൈകിപ്പിച്ചും ആവശ്യത്തിന് ബോഗികൾ നൽകാതെയും AC റിപ്പയർ ചെയ്യാതെയും എലിശല്യം പരിഹരിക്കാതെയും കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകൾക്ക് ജാമ്പുവാന്റെ കാലത്തെ ബോഗികൾ നൽകിയുമാണ് മലയാളിക്ക് ഇന്ത്യൻ റെയിൽവേ ദുരിതയാത്ര സമ്മാനിക്കുന്നത്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് താരതമ്യേന തുച്ഛമാണെന്ന പരിഗണന പോലും നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള സീസൺ ടിക്കറ്റുകാരെയും മറ്റ് ഹ്രസ്വദൂര യാത്രികരെയും ബാധിക്കുന്ന സ്ലീപ്പർ യാത്രാ നിയന്ത്രണത്തിൽ മന്ത്രി സുരേഷ് പ്രഭു നടത്തിയിരിക്കുന്ന ഇടപെടൽ എത്രമാത്രം പ്രായോഗികമാകും എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഹ്രസ്വദൂര യാത്രക്കാരെ ഉദ്ദേശിച്ച് പ്രധാന നഗരങ്ങളെയും നഗരപ്രാന്തങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി സബർബൻ മെമു പാസഞ്ചർ ഇന്റർസിറ്റി സർവീസുകൾ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ദീർഘദൂര വണ്ടികളാണ് കൂടുതൽ. ഇത്തരം ചില പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് കേരളത്തിലും തമിഴ്നാടിൻ്റെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ചില സ്ഥലങ്ങളിലും മാത്രം പ്രാദേശിക ഇളവുകൾ എന്ന നിലയ്ക്ക് പകൽ സമയത്തെ സ്ലീപ്പർ ക്ലാസ് യാത്ര അനുവദിച്ചിരുന്നത്. യാത്രക്കാരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു എന്നല്ലാതെ നേരത്തെ പറഞ്ഞ യാത്രാ സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ റെയിൽവേയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് റെയിൽവേ ബോർഡാണ് തീരുമാനമെടുത്തുകൊണ്ടിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതിന് സോണൽ തലത്തിൽ അധികാരം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, സോണൽ തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണ ആളുകളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതില്ല. റെയിൽവേയുടെ ലാഭം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കടുത്ത നിർദ്ദേശങ്ങൾ, യാത്രക്കാരെ എതിരായുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. ഇപ്പോൾ അടുത്ത കാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് നിരക്ക് വർദ്ധിപ്പിച്ചു. ആ ഉത്തരവിൽ തന്നെ ഡിവിഷൻ മാനേജർമാർക്ക് പുതിയ അധികാരം കൊടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന അവസരത്തിൽ ധാരാളം യാത്രക്കാർ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം. അത് ശരിയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് 10 രൂപയാണുള്ളത്. അതിനെ കൂട്ടാൻ നമ്മുടെ ഡിവിഷനിലുള്ള പവർ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ 10 രൂപ ആക്കിയത് തന്നെ നമ്മുടെ പല യാത്രക്കാർക്കും റെയിൽവേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ജസ്റ്റിഫൈ ആയി തോന്നിയില്ല. മിനിമം ടിക്കറ്റ് ചാർജ് 5 രൂപയും പ്ലാറ്റ്ഫോമിൽ കയറാൻ 10 രൂപയാണെന്നുള്ള ഒരു സ്ഥിതിവിശേഷം. അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കലായി പറയുമ്പോൾ നമ്മൾ 10 രൂപയിൽ നിന്നും, ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞതേ ഉള്ളൂ, നമ്മളത് ചെയ്തിട്ടില്ല. നമ്മൾ ആലുവ ശിവരാത്രി കഴിഞ്ഞു, അപ്പോഴൊക്കെ ആറ്റുകാൽ പൊങ്കാല പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടതാണ്. പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ അത് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് തോന്നിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ലോക്കോ പൈലറ്റുമാരുടെ സമരം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാതെ തരമില്ല. സമരം 7 മണിക്കൂറോളമാണ് യാത്രക്കാരെ വലച്ചത്. ലോക്കോ പൈലറ്റുമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പുതിയ ബ്രത്ത് അനലൈസർ പിൻവലിക്കണം എന്നതായിരുന്നു ആവശ്യം. സമരത്തെ തുടർന്ന് പാസഞ്ചറുകളടക്കം എറണാകുളം വഴിയുള്ള പല ട്രെയിനുകളും റദ്ദാക്കി. ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ എക്സ്പ്രസ് എറണാകുളത്ത് യാത്ര അവസാനിപ്പിച്ചു. ഒടുവിൽ രപ്തിസാഗറിലെത്തിയ യാത്രക്കാരെ നേത്രാവതി എക്സ്പ്രസിൽ ഇടിച്ചു കയറ്റി. ഇതിൽ യാത്ര ചെയ്തിരുന്ന ദീർഘദൂര യാത്രക്കാരും ദിവസങ്ങൾക്ക് മുൻപേ റിസർവ് ചെയ്ത് വന്നവർ തന്നെയാണ്. വഴിയിൽ കാത്തുകെട്ടി കിടന്നതിന്റെ പേരിൽ അവരിൽ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിക്കാണും. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? നമ്മളിപ്പോ ലോക്കോ പൈലറ്റുമാരുടെ ആശങ്കക്കൊന്നും എതിരല്ല. പക്ഷേ ഈ മിന്നൽ പണിമുടക്കം നടത്തിയിട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ റെയിൽവേ നടപടി ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്കോ പൈലറ്റുമാർക്ക് അവർ പറഞ്ഞ ഒരു വാദം, ഇത്തരം പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവരോട് നേരിട്ട് പറയാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് റെയിൽവേ അധികാരികൾ പരിശോധിക്കുകയും മിന്നൽ പണിമുടക്കം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കേണ്ടതാണെന്നാണ് നമ്മൾക്ക് പറയാൻ. സമരം അവസാനിപ്പിച്ച് ലോക്കോ പൈലറ്റുമാർ ചന്തിയിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയി. പക്ഷേ ട്രെയിനുകൾ വീണ്ടും മണിക്കൂറുകൾ വൈകിക്കൊണ്ടിരുന്നു. തൊഴിലിടങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പായുന്നതിനായി വല്ലവിധേനയും ഒരു വണ്ടിയിൽ കയറിപ്പറ്റാനുള്ള സാധാരണക്കാരന്റെ തത്രപ്പാടിനെ വില കുറച്ച് കാണുകയും അവന് കൂടുതൽ ദുരിതം സമ്മാനിക്കുകയും ചെയ്യുന്ന റെയിൽവേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം തോന്നിയാസങ്ങളെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഏതായാലും ആർക്കു ബാധകേറിയാലും കോഴിക്കാണ് ദുരിതം. യാത്രക്കാരെ പരമാവധി ഉൾക്കൊള്ളിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കേരളത്തിൽ ഇനിയും റെയിൽവേക്ക് ഏറെ കൂകിപ്പായേണ്ടി വരും. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.